നമസ്കാരം. ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവഭാഗ്യം നൽകുന്നതിനായി ശ്രീ മഹാസുദർശന യന്ത്രം, ധനം ഏറുന്നതിനായി മഹാലക്ഷ്മി യന്ത്രം, ധനലക്ഷ്മി യന്ത്രം തുടങ്ങി ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് ഉപാസന പ്രാർത്ഥനകൾക്കും ദിവസ പ്രാർത്ഥനകൾക്കും പൂജാ പ്രാർത്ഥനകൾക്കും ശേഷം ബലപ്പെടുത്തി നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നതാണ്. നമസ്കാരം. സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. ഓം ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജുംബു ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഹരി ഓം. ഓം. നമസ്കാരം, ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒരു പ്രത്യേക കാര്യവുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. വൃശ്ചിക മാസ കാലഘട്ടത്തിലെ ഗൃഹമാറ്റങ്ങളിൽ വളരെ അനുകൂലമായ സ്ഥിതി ചില നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഭാഗ്യദായകമായ ആ അനുകൂല സ്ഥിതി ആ നക്ഷത്രങ്ങൾക്ക് വരുത്തുന്ന ഏറ്റവും സമ്പൽ സമൃദ്ധിദായകമായ ചില സന്ദർഭങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടാണ് ഇന്ന് ഈ എപ്പിസോഡ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് വൃശ്ചിക മാസ കാലഘട്ടത്തിലുണ്ടാകുന്ന രാശിമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്രങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഭാഗ്യങ്ങളുണ്ടാവുന്നു. വൃശ്ചിക മാസ കാലഘട്ടത്തിൽ ചില ഗ്രഹങ്ങൾ രാശിമാറ്റം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബുധൻ ശുക്രൻ ഒരുമിക്കുന്ന ഒരു വ്യവസ്ഥിതി വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഗ്രഹങ്ങളുടെ യോജിപ്പുകൾ കാണുന്നുണ്ട്. അത്തരം യോജിപ്പുകൾ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 5 നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന സുവർണ സൗഭാഗ്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ധനനേട്ടങ്ങൾ കൊണ്ട് ആഹ്ലാദത്തിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ ഭാഗ്യമുള്ള 5 നക്ഷത്രക്കാർ. അതായത് ധനത്തിൻ്റെ കുതിച്ചു ചാട്ടമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഭാഗ്യമാണ് അവരുടെ മുൻപോട്ടുള്ള പോക്കെന്ന് പറയുന്നത്. അങ്ങനെയുള്ള 5 നക്ഷത്രക്കാരെക്കുറിച്ചാണ് പറയുന്നത്. രാശിക്കാരല്ല, 5 നക്ഷത്രക്കാരാണ്. ആദ്യത്തേത് മകയിരം നക്ഷത്രമാണ്. മകയിരം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഈ അനുകൂലമായിരിക്കുന്ന ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ വൃശ്ചികത്തിൽ സംഭവിക്കുന്ന സന്തോഷമെന്ന് പറയുന്നത് കച്ചവടത്തിലുള്ള പുരോഗമനമാണ്. ബിസിനസ് മേഖലയിലേക്കുള്ള വലിയ പുരോഗമനം. ധന നേട്ടങ്ങൾ കൊണ്ട് അവർ വിചാരിക്കുന്നതിനും അപ്പുറത്തേക്ക് സമ്പത്ത് കുമിഞ്ഞുകൂടുന്നൊരു വ്യവസ്ഥയാണ് വന്നു ചേരാൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനം വളരെ സന്തോഷകരമായി തോന്നും. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥതാജന്യമായി നിങ്ങളുടെ പ്രവർത്തനം കാണുന്ന മേലുദ്യോഗസ്ഥർ അവരുടെ സഹായത്തിനായി നിങ്ങളെ നിയമിക്കുന്നതിനായിട്ടുള്ള വ്യവസ്ഥിതികൾ വരെ വന്നു ചേരും. അത്രത്തോളം ചെയ്യുന്ന ജോലിയോട് പ്രാപ്തിയുള്ളവരും അതുപോലെ തന്നെ ഏറ്റവും മനസ്സർപ്പിച്ചുള്ള പ്രവർത്തനത്തിന് സാധ്യത കാണിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവരായതുകൊണ്ട് നിങ്ങളെ മേലുദ്യോഗസ്ഥർക്കൊക്കെ വളരെയധികം ഇഷ്ടമായിരിക്കും. അവരുടെ കൂടെ അവരുടെ സഹായത്തിന് നിയമിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥലം മാറ്റത്തിന് ആഗ്രഹിച്ചിരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് വീടിനടുത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാകുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ പ്രമോഷൻ തടഞ്ഞിരുന്ന അല്ലെങ്കിൽ പലതുകൊണ്ടും പ്രമോഷൻ ലഭിക്കാതിരുന്ന മകയിരം നക്ഷത്രക്കാർക്ക് ഗവൺമെൻറ് ഉദ്യോഗ തലത്തിൽ നിന്നിരിക്കുന്നവരാണെങ്കിലും അതുപോലെ തന്നെ വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിലും പ്രമോഷൻ സാധ്യത കാണുന്നുണ്ട്. പ്രമോഷൻ ഒരുപക്ഷെ കിട്ടാതെ ഇരുന്ന കുറേ വർഷക്കാലങ്ങളായി ഒരു ജോലിയിൽ തന്നെ വളരെ ശക്തമായ തരത്തിൽ ജോലി ചെയ്യുന്ന കമ്പനിക്കും അതുപോലെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനുമൊക്കെ വളരെയധികം പ്രയോജനം നിങ്ങളെക്കൊണ്ടുണ്ടായിട്ടുണ്ടെങ്കിലും പ്രമോഷൻ ലഭിക്കാതെ കിടന്നിരുന്ന ചില ഉദ്യോഗസ്ഥർക്ക് പ്രമോഷൻ കാലതാമസം വിന ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സാലറിയുടെ വർധനവും ഉണ്ടാകും.
അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ക്ഷേമ ഐശ്വര്യങ്ങൾ വളരെ വർദ്ധിച്ച് എല്ലാവരും സന്തോഷദായകരായി നിൽക്കുന്നത് കാണുന്നതിനുള്ള ഭാഗ്യം കൂടി മകയിരം നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയാണ്. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് രാഹുവാണ് അധിപനായി മാറുന്നത്. ഇത് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ ചിട്ടി, ലോണ് തുടങ്ങിയവയൊക്കെ പൂർത്തീകരിക്കാതെ കിടക്കുന്നത്, അതായത് അത് പിടിച്ചിട്ട് അല്ലെങ്കിൽ ആ ചിട്ടി നമ്മൾ വാങ്ങിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ കിടക്കുന്നതൊക്കെ തന്നെ അത് പൂർത്തീകരിക്കുവാൻ കഴിയും. അതോടൊപ്പം തന്നെ പുതിയ ചിട്ടിയും അതുപോലെ തന്നെ പുതിയ ലോണും ഒക്കെ കിട്ടുന്നതിനുള്ള സാധ്യതയുമുണ്ട്. നറുക്കെടുപ്പുകളിലൂടെയൊക്കെ വലിയ ഭാഗ്യം വന്നു ചേരാനുള്ള വിധിയും കാണുന്നുണ്ട്. ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യങ്ങൾ വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കാണുന്നുണ്ട്. സാമ്പത്തിക സ്ഥിതി വളരെ വളരെ മികച്ചതായി മാറുകയാണ്. വൃശ്ചിക മാസത്തിലാണ് ഇത് നടക്കുന്നതെങ്കിലും വൃശ്ചികം കഴിഞ്ഞു വരുന്ന 6 മാസക്കാലത്തോളം ഇതിൻ്റെയൊക്കെ ഭാഗ്യം അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. ആരോഗ്യം മികച്ചതായിരിക്കും ഈ കാലഘട്ടങ്ങളിൽ. രോഗദുരിതാദികളിൽപ്പെട്ട് ഉഴലുന്നവരാണെങ്കിൽ പോലും വൃശ്ചികം ആരംഭിച്ച കാലം മുതൽ അതിനൊക്കെ ഒരു ചെറിയ മാറ്റമുണ്ടായെന്ന് വരും. വൃശ്ചികം 15-ന് ശേഷം വളരെ ആരോഗ്യകരമായിരിക്കുന്ന ശാരീരിക ശേഷി ഉണ്ടാവും. അടുത്തത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രങ്ങൾ അവരുടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്കാണ് വൃശ്ചിക മാസത്തിലെ ഈ ഗ്രഹമാറ്റം വന്നു ചേരുന്നത്. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനുള്ള ഒരു സമയമായിട്ട് വേണമെങ്കിൽ നമുക്ക് വൃശ്ചിക മാസത്തെ കണക്കാക്കാൻ കഴിയും. പുണർദം നക്ഷത്രവുമായി ബന്ധപ്പെട്ട എല്ലാ തൊഴിൽ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുകയും അതുപോലെ തന്നെ യുവതീ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുകയും, അത് സ്വന്തം നാട്ടിൽ തന്നെ ആകണമെന്നില്ല, മറുനാട്ടിൽ ആണെങ്കിലും തൊഴിൽ ലഭിക്കാനുള്ള ചാൻസ് കൂടുന്നു. അതുപോലെ തന്നെ വിവാഹ വ്യവസ്ഥകളൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന യുവതീ യുവാക്കൾക്ക് അത് നടക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങും. അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായ നല്ലൊരു സമയമായിട്ട് പുണർദം നക്ഷത്രത്തെ നമുക്ക് പറയേണ്ടി വരുന്നു. അതുപോലെ തന്നെ പ്രത്യേക അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്ന വർഷമാണ്. പുണർദം നക്ഷത്രത്തിൽപ്പെട്ട അധ്യാപകർ, പോലീസുകാർ തുടങ്ങിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേക അംഗീകാരം ലഭിക്കുന്ന അവസ്ഥയിലെത്തിച്ചേരും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് പുതിയ വാഹനം വാങ്ങുന്നതിനും പുതിയ വീട് വയ്ക്കുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമുള്ള ഭാഗ്യമാണ് ഈ പറഞ്ഞ വൃശ്ചിക മാസത്തിലൂടെ ലഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഇത്. വൃശ്ചിക മാസം ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം കൊണ്ടുവരുന്ന ഭാഗ്യം ഒരു വർഷക്കാലത്തോളം നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് അറിയേണ്ടുന്നത്. ചില ഭാഗ്യങ്ങളൊക്കെ 6 മാസത്തേക്ക്, ചില ഭാഗ്യങ്ങളൊക്കെ 8 മാസം കൊണ്ട് അവസാനിക്കും. പക്ഷേ വൃശ്ചിക മാസത്തിലൂടെ ലഭിക്കുന്ന ഭാഗ്യം ആയില്യം നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തേക്ക് നിലനിൽക്കുക തന്നെ ചെയ്യും. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചയാൾ മക്കളുടെ അഭിപ്രായപ്രകാരം മുന്നോട്ട് നീങ്ങിയാൽ ഒരുപാട് ഭാഗ്യങ്ങളിൽ ചെന്നു ചേരാനുള്ള വിധിയും കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികമായിരിക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ദുരിതങ്ങളൊക്കെ മാറുവാൻ കാരണമാവുകയാണ് വൃശ്ചിക മാസത്തിലെ ഈ ഗ്രഹമാറ്റം. സാമ്പത്തികമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെ അനുകൂല സ്ഥിതിയിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ആയില്യം നക്ഷത്രത്തെ എടുത്ത് പരിശോധിച്ചാൽ വളരെയധികം പുരോഗമനമാകുന്ന, വളരെയധികം സന്തോഷകരമാകുന്ന, സാമ്പത്തികമായ മേൽക്കോയ്മ നിലനിൽക്കുന്ന തരത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള വഴിയാണ് വൃശ്ചിക മാസ ഗ്രഹമാറ്റത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഒരു വർഷക്കാലത്തേക്കാണ്. ഈ വൃശ്ചികം മുതൽ അടുത്ത വൃശ്ചികം വരെയുള്ള സമയങ്ങളിൽ ആയില്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ടാകും. അടുത്ത മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഗ്രഹമാറ്റങ്ങളിലൂടെ ഈ വൃശ്ചിക മാസത്തിലെ ഗ്രഹമാറ്റത്തിലൂടെ വന്നു ചേരാൻ പോകുന്നത്. മേലധികാരികളുടെ പിന്തുണയോടുകൂടി ജോലിസ്ഥലത്ത് പ്രത്യേക അംഗീകാരം ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്നും പ്രത്യേക അംഗീകാരം ചെയ്യുന്ന തൊഴിലിന് ലഭിക്കുന്നതായി കണക്കാക്കാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റം, അതുപോലെ തന്നെ ജാതകസ്ഥന്
മക്കളുടെ ജോലി, അതുപോലെ തന്നെ മക്കളുടെ പഠനം, ഇതൊക്കെ വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയും. മംഗളകരമായ പല കാര്യങ്ങളിലും പങ്കെടുക്കാൻ ജാതകസ്ഥന് കഴിയും. സന്തോഷവും സമാധാനവും വീട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഈ ഒരു വർഷക്കാലത്തോളം നിങ്ങൾക്കുണ്ടാകുന്നത്. ചില സമയങ്ങളിലൊക്കെ വീട് വിട്ട് താമസിക്കുന്നതിനുള്ള ചില വ്യവസ്ഥകൾ കാണുന്നുണ്ട്. അത്യാവശ്യം ചില സന്ദർഭങ്ങളിലൊക്കെ വീട് വിട്ട് ദിവസങ്ങളോളം മറ്റ് എവിടെയെങ്കിലും താമസിക്കുന്നതിനായിട്ട് ഉള്ള ഒരു വിധി കാണുന്നുണ്ട്. തീർച്ചയായും അത് ഔദ്യോഗികമായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്നതായതുകൊണ്ട് വളരെ സന്തോഷം നിങ്ങൾക്കും തോന്നും. അടുത്തത് തിരുവോണമാണ്. ഗുണാനുഭവങ്ങളുടെ കാര്യത്തിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് മികച്ച മാറ്റം തന്നെയാണ് വൃശ്ചിക മാസത്തിലെ ഗ്രഹമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കാൻ പോകുന്നത്. പലവിധ തടസ്സങ്ങളെയും മറികടന്ന് ഏറ്റവും സമ്പൽ സമൃദ്ധിദായകമായിരിക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ചിടത്തോളം വൃശ്ചിക മാസം മുതൽ. അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം ജീവിതത്തിൽ വളരെയധികം ദർശിതമാണ്. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബാധ്യതകളൊക്കെ മാറി വളരെ പെട്ടെന്ന് തന്നെ സന്തോഷകരമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് കാണാൻ കഴിയും. അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഒക്കെ സന്തോഷവും ആനന്ദവും നിലനിൽക്കും. പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും അല്ലെങ്കിൽ പുതിയ സുഹൃത്തുക്കൾ ജീവിതത്തിലേക്ക് വന്നെത്തുന്നതിനുള്ള അവസരമുണ്ട്. ആ സുഹൃത്തുക്കളിലൂടെ ജീവിതം മുന്നോട്ട് പോകുന്നതിനുള്ള വഴി കാണുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിധികളിൽ പ്രത്യേകം പ്രയോജനം നിങ്ങൾക്കുണ്ടാകുന്നു. ശാസ്ത്ര സാങ്കേതിക വ്യവസ്ഥകളിലൂടെ പുതിയ ജോലി മാറ്റം അല്ലെങ്കിൽ പുതിയ വ്യവസ്ഥകളൊക്കെ വന്നു ചേരുന്നതായിട്ട് കണക്കാക്കാൻ കഴിയുന്നുണ്ട്. ശാസ്ത്ര സാങ്കേതിക വ്യവസ്ഥകളിലൂടെ ചില ഭാഗ്യങ്ങൾ വന്നു ചേരുന്നതിനായിട്ട് കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരു നല്ല പ്രവർത്തനം ശാസ്ത്ര സാങ്കേതികതയിലൂടെ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മുൻപോട്ടുള്ള പോക്കിൽ ഒരു പ്രത്യേക മുൻകരുതലുകൾ എടുക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് തിരുവോണം നാളുകാർ മാറും. എന്നുവെച്ചാൽ നാളെയും ജീവിക്കണമെന്ന തോന്നലോടുകൂടി കിട്ടുന്ന സമ്പാദ്യങ്ങൾ ഒരു ഭാഗം സൂക്ഷിച്ചു വയ്ക്കുവാൻ തീരുമാനിക്കുന്ന ഒരു വ്യവസ്ഥിതി ജീവിതത്തിലുണ്ടാകും. തൊഴിൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ബാധ്യതകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടും. തീർച്ചയായും എല്ലാം കൊണ്ടും നല്ല തരത്തിലുള്ള ജീവിത മാറ്റം തന്നെയായിരിക്കും ഈ 5 നക്ഷത്രക്കാർക്കുണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ 5 നക്ഷത്രക്കാരായ കുട്ടികൾ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു അലസതയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ മാറി ഊർജ്ജസ്വലരായി അവർ മാറും. വിദ്യാഭ്യാസത്തെ വളരെ ശക്തമായി തന്നെ ഏറ്റെടുക്കാൻ അവർക്ക് കഴിയും. യുവതി യുവാക്കൾക്ക് തൊഴിലൊക്കെ ലഭിക്കുന്നതിനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ രോഗാതുരരായി കിടന്ന കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പോലും അവർക്ക് ആ രോഗത്തിൽ നിന്നും മുക്തി നേടി സന്തോഷിക്കാനുള്ള നല്ല അവസരങ്ങൾ കാണുന്നുണ്ട്. തീർച്ചയായും ഈ 5 നക്ഷത്രക്കാർക്ക് വൃശ്ചിക മാസത്തിലെ രാശിമാറ്റം കൊണ്ട് വലിയ ഗുണങ്ങളുണ്ടാകുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.